ഹായ് ഗേസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം ഗേസ്. അപ്പം ഞാനിന്ന് നമ്മുടെ ക്ലബ്ബിലിരിക്കുമായിരുന്നു. ഞായറാഴ്ചയാണ്. ക്ലബ്ബിലിരുന്ന സമയത്ത് എൻ്റെ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഉപ്പായും ആപ്പിയുമായി വന്നിട്ടുണ്ട്, വീട്ടിലിരിപ്പുണ്ടെന്ന് പറഞ്ഞ്. കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങോട്ട് പോയ സമയത്ത് അവർ വെഡിങ് ആനിവേഴ്സറിക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക, സെക്കൻഡ് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് പോയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉപ്പ നിങ്ങൾ വീട്ടിലോട്ടൊന്നും വരുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആപ്പിയുമ്മ, അതായത് എൻ്റെ ഉമ്മാമ്മ ഞാൻ പണി കിടക്കുന്ന സമയത്ത് വീട്ടിലോട്ട് വന്നായിരുന്നു. എൻ്റെ ഉപ്പ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ 2 വഴക്ക് കൊടുത്തായിരുന്നു. അപ്പോൾ എന്തായാലും ഉപ്പായും ഉമ്മാമ്മയും കൂടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഉമ്മ വിളിച്ച് അങ്ങോട്ട് ചെല്ലാനായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ട് പോവുകയാണ്. നോക്കട്ടെ. ഓടിക്കേറി പോകുന്നു. ഇതാ പ്ലീസ്. അങ്ങനെ ഇവിടെ ഒരു കൊറിയർ വന്നിരിക്കുന്നു. അപ്പൊ ഉമ്മാക്ക് അറിയണം ഈ കൊറിയറിനകത്ത് എന്താണെന്ന് അറിയണം. അപ്പൊ ഞാൻ പറഞ്ഞെങ്കിൽ ഉമ്മ പൊട്ടി ചോദിക്ക്, എങ്ങനെ പൊട്ടിക്ക, എന്തെങ്കിലൊക്കെ എടുത്ത് പൊട്ടിക്ക്. എന്നാ താക്കോലെന്ന എന്തായിരിക്കും? ഗസ് എന്തായിരിക്കും അറിയാൻ വയ്യേ? നോക്കുന്നു ജിമ്മ പൊട്ടി. ഒന്നിനകത്ത് എത്തണേ. എങ്ങനെയുണ്ട്? ഒന്നിനകത്ത് എത്ര ഉണ്ട്? 5 2 3. ഇഷ്ടപ്പെട്ട് കുഞ്ഞു പണി. എത്രണ്ണം? 4 കൊള്ളാല്ലേ? അതുപോലെ എത്രണ്ണം? ഇതുപോലെ 6 6 ആയപ്പോ എത്രണ്ണമായി? 24. അപ്പൊ 24 കൊള്ളാം. മേടിച്ചു തരുമെന്ന് പറഞ്ഞാൽ മേടിച്ചു തരും. ഇഷ്ടപ്പെട്ടല്ലേ? കറി കൊണ്ടുപോവാ. അങ്ങനെ ഇഷ്ടപ്പെട്ട, ഇത്രയും പ്രതീക്ഷയില്ല. സാധനം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടാ. ഇഷ്ടപ്പെട്ട് ഒന്നാണ് ചോദിച്ചാൽ 4. അങ്ങനെ ഉമ്മ ജോലിക്കൊക്കെ പോയിട്ട് ഇതാ വീണ്ടും നമ്മുടെ പപ്സും ഇതെന്തിരി ബനാന ഇതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേസ്. ഉമ്മക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് കേസ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്താൽ നിങ്ങൾ കണ്ടു കാണും ആ ഒരു വീഡിയോ. അപ്പൊ നമ്മൾ വേറൊരു ഗിഫ്റ്റും കൂടെ ഉണ്ട്. ഇത് ഞാൻ ഇപ്പോഴേ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. വയ്യ, ഇങ്ങക്ക് ഗിഫ്റ്റിന്റെ കളി തന്നെ. ഓ വീടൊക്കെ വെക്കാമ്പോ എന്തേരായിരിക്കും. പൊട്ടിരി എവിടെ പൊട്ടിക്കാ താക്കുവരുന്ന പൊട്ടിരി എന്തായിരിക്കും? ഇത് എന്താണെന്ന് പൊട്ടീര്. ആദ്യം അതിന്റെ മണ്ടേ കൂടെ വരക്കി. ഓ ഉമ്മ ഇപ്പൊ ഭയങ്കര അൺബോക്സിങ് ആയിട്ടോ. ഉമ്മ എത്ര പെട്ടി അൺബോക്സ് ചെയ്യണത്? തോനെയായി. ഇതില് സ്ക്രൂവാ. മേടിച്ച് തരുമെന്ന് പറഞ്ഞാൽ തരും. കുറച്ച് സമയം എടുത്താലും മേടിച്ച് തരും. വെക്കാൻ തരയില്ലേ പട്ടീര്? വെയിറ്റ് ഉണ്ട് കേട്ടാ. വെറും വീക്കില് സാധനമല്ല. ഓ കൊറേ ഒട്ടിച്ചെന്നെ വെറ് ആക്ര ഇപ്പൊ കൂടിയേട്ടാ. വീട് കൂടിയ പിച്ചാത്തി എടുത്തിട്ട് വലിയ പിച്ചാത്തി. ഓ
വെറുതെ കൊള്ളല്ലേ. ഇത് സ്റ്റാൻഡേർഡ് ടൈല ടൈലല്ലേ, ഫ്ലൈവുഡിന്റെ ഒരു സ്റ്റാൻഡ് കേസ്. കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ പാത്രങ്ങൾ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വെക്കാനായിട്ട് ഒരു ചെറിയൊരു സ്റ്റാൻഡാണ്. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി. ഇതാണ് സാധനം. ഇത് ഞാൻ വാപ്പാടെ അടുത്തേ പറഞ്ഞു പ്ലൈവുഡ് ഇല്ലാതെ മേടിച്ചോണ്ട് വരേ. ആ പറഞ്ഞ 1000 രൂപ 500 രൂപ കൊടുക്കാ. എന്തൊരു മറ്റേ സാധനം ചെയ്യാനാ നമ്മള് ഇന്നലെ അലമാര കാണിച്ചു. കൊള്ളാല്ലേ? വേറെ ഇതെന്തൊരു മണ്ണാ? ഓ, കുറച്ച് പെയിന്റ് പോയി, അത് കുഴപ്പമില്ല. ഇതിന് ഇത് ഇങ്ങനെ വെക്കൂ. അതൊക്കെ വെക്കും. ഇതൊക്കെ നമുക്ക് ഇനി സെറ്റ് ചെയ്യണം. ഇതാണ് സാധനം. കേസ് അപ്പൊ നമുക്ക് ഇത് എന്തായാലും ഇനി സെറ്റ് ചെയ്യാൻ ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇത് എല്ലായിടത്തും കയറ്റിട്ട് ഇതെല്ലാ അറയിലും ഇങ്ങനെ കയറ്റി വെച്ചിട്ട് സ്ക്രൂ ചെയ്യണം. എന്നിട്ട് താണ്ട ഇത് ഇവിടെ ഫിറ്റിയിൽ ചേർത്ത് വെക്കാൻ പറ്റും. കൊള്ളാവോ? ഇഷ്ടപ്പെട്ട? ഇതെല്ലാം സെറ്റ് ചെയ്യുന്ന സമയത്ത് കാണാൻ കേട്ടോ. കേസ് അങ്ങനെ സ്റ്റാൻഡൊക്കെ അടിച്ചിട്ടുണ്ട്. ഞാനും പാപ്പയും കൂടി ഞാനും ഉമ്മയും കൂടി പാത്രങ്ങൾ പറക്കി വെക്കുകയാണ്. എങ്ങനെയുണ്ട്? കൊള്ളാം. സന്തോഷായി? അങ്ങനെ സെറ്റായി കേസ്. ഏതാ കേസ് സത്യം പറഞ്ഞാൽ ഇത് സ്റ്റാൻഡ് 421 അതുപോലെ ഇത് ഏകദേശം 480 സംതിങ്. എല്ലാം കൂടെ 1000 രൂപയ്ക്കകത്തേ സാധനങ്ങളെല്ലാം ആയിട്ടുള്ളൂ. പർച്ചേസ് ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മീഷോ ഗേസ്. അപ്പോൾ ഉമ്മാക്ക് കൊടുത്ത സർപ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ കഴിഞ്ഞ ദിവസം എൻ്റെ ഉപ്പായും ആപ്പിയുമായും കൂടെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ബാ ഗേസ്, എൻ്റെ ഉപ്പായും ആപ്പിയുമായും കൂടെ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ നേരം എൻ്റെ സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ട് കഴിഞ്ഞ ദിവസം എനിക്ക് വീഡിയോ ഫുള്ളാക്കാൻ പറ്റിയില്ല. ഇവർ വന്നതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഗേസ്, ഇവിടെ ഫുള്ള് വൃത്തിയാക്കി കേട്ടാ. ഇവിടെ ഫുള്ള് കാടും പടലും ഒക്കെ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉപ്പാക്കും ഉമ്മാമാക്കും ഇങ്ങനെ ചുമ്മാ ഇരിക്കാൻ പറ്റൂല. എന്തെങ്കിലും ഇങ്ങനെ കൈ ഇങ്ങനെ വിരിവിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉപ്പ കുറച്ച് വൃത്തിയാക്കി. ഇന്ന് എൻ്റെ ഉമ്മാമ ഇവിടെ എന്തൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. അല്ലേ മാമ? അതെ, ഉമ്മ. ഗീസ്, ഞാൻ ഉമ്മാമ എന്നല്ല വിളിക്കുന്നത് കേട്ടോ. ഞാൻ ആപ്പിമ എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ആപ്പിമ എന്ന് വിളിക്കുന്നത് നിങ്ങൾ പറഞ്ഞു കൊടുക്ക്. ഗീസ്, പണ്ട് കശുവണ്ടി ഓഫീസിൽ പോകുമായിരുന്നു. അപ്പൊ അന്ന് തൊട്ട് എല്ലാരും ആപ്പിമ. ഞാനാണ് ആദ്യം ആപ്പിമ എന്ന് വിളിച്ചെന്ന് തോന്നുന്നല്ലേ? ഞാനാണ് ആദ്യം ആപ്പിമ എന്ന് വിളിച്ചത്. പിന്നെ 4 പേരും, എൻ്റെ അനിയനും എൻ്റെ 2 അനിയന്മാരും കുഞ്ഞുമാരെ മക്കളും ആപ്പിമ എന്ന് വിളിച്ച് ഇവര് ഒഫീഷ്യലി ആപ്പിമ ആയിട്ടുണ്ട്. ഉമ്മാമയിൽ നിന്നും ആപ്പിമയിലേക്ക്. യെസ്, അപ്പൊ ഇവിടെ നമ്മളിങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ വെക്കാൻ ഒരു പ്ലാൻ ഉണ്ട്. അതായത് കട്ടായിട്ട് തിരിച്ചിട്ട് ഇവിടെ കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ വെക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നല്ല നല്ല ചെടികളൊക്കെ ഈ ട്രിവാൻഡ്രം ഈ സൈഡിലൊക്കെ ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നല്ല ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക. കടകൾ കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ പറയാം, നമുക്ക് ഒന്ന് പിക്ക് ചെയ്യാം. നല്ല കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ വെക്കണം. പിന്നെ ഈ ഒരു സൈഡിൽ ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഈ സൈഡിൽ വേറെ ബാക്കിയുള്ള നല്ല ചെടികളും കാര്യങ്ങളൊക്കെ വെക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും ഗീസ് ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും ഉപ്പ രാവിലെ ഞാൻ ഉറക്കണീക്ക് മുമ്പ് പോയി. എത്ര മണിക്ക് പോയി? 7 മണിയായപ്പോൾ ഉപ്പ രാവിലെ പോയി. അതുകൊണ്ട് ഉപ്പ എനിക്ക് കിട്ടിയില്ല. ഗീസ്, വീടൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ ഗീസ്? വീടൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. അവർക്കും ഇഷ്ടപ്പെട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് ഇത്രയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടക്കാച്ച വ്ളോഗായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ ഗീസ്. ലവ് യു. ടാറ്റാ.